ഗുഡ് മോർണിംഗ് എസ്കേൻ. വലിയ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം സ്വർണ്ണക്കപ്പിന്റെ ആ ഘോഷയാത്ര അതിങ്ങനെ തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലേ. തൃശ്ശൂരില് പൂരത്തിന്റെ ആ ഒരു നാട്ടിലേക്ക്, തൃശ്ശൂർ ജില്ലയിലേക്ക് കാസർഗോഡ് നിന്നെത്തുന്ന സ്വർണ്ണക്കപ്പ് എത്തിയപ്പോൾ ഇന്നിപ്പോ 9 മണിക്ക് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കുടി, അവിടെയാണ് ഇവിടെ ഇപ്പോൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ MLA ഉണ്ട്, സനീഷ് കുമാർ ജോസഫ്. അങ്ങനെ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിയിരിക്കുകയാണ് സ്വർണ്ണക്കപ്പിന്. അപ്പൊ ഇന്നും നാളെയുമായി തൃശ്ശൂർ ജില്ലയിലാണ് സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര പര്യടനം നടത്തുക. ഇതാ നമുക്ക് ഇവിടെ കാണാം, ഏറ്റവും താഴെ ഇങ്ങനെ നല്ല കുരുന്നുകൾ, നല്ല ഭംഗിയുള്ള നിഷ്കളങ്കരായ കുരുന്നുകൾ, ചുവപ്പും വെള്ളയും വസ്ത്രങ്ങൾ അണിഞ്ഞ കുരുന്നുകൾ. അവര് ഓരോ മെസ്സേജസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഉത്തരവാദിത്തമുള്ള ഭക്ഷണ രീതി, ഉത്തരവാദിത്തമുള്ള മത്സരം, ഉത്തരവാദിത്തമുള്ള ഉപഭോഗം, ഉത്തരവാദിത്തമുള്ള പെരുമാറ്റം. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ കലോത്സവം തരുന്ന കുറെ സന്ദേശങ്ങളുണ്ട്. മത്സരങ്ങളുള്ളപ്പോഴും സ്നേഹത്തോടെ, സഹകരണത്തോടെ, വളരെ ആവേശത്തോടെ, പോസിറ്റീവായി തന്നെ ആ മത്സരങ്ങളെ കാണുക. ജയപരാജയങ്ങൾ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് കൗമാര കലോത്സവം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് തിരികൊളുത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. അതായത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെയാണ് ഉദ്ഘാടനം. നാളെ ഉച്ചയോടുകൂടി പൂരനഗരി ഒരുങ്ങും, പൂരനഗരി ഉണരും. അതിനായി ഈ ഘോഷയാത്ര ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഇന്നിനിപ്പോൾ ചാലക്കുടിയിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അഷ്ടമിച്ചിറ, മാള, കൊടുങ്ങല്ലൂർ, അങ്ങനെ പല 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 സ്ഥലങ്ങളിലൂടെ പോയിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഇന്നു മുഴുവൻ പര്യടനം നടത്തി നാളെ ഉച്ച കഴിഞ്ഞാണ് പൂരനഗരിയിലേക്ക് എത്തുക, കലോത്സവ നഗരിയിലേക്ക് എത്തുക. അപ്പൊ അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ വലിയ രീതിയിൽ വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു വരവേൽപ്പാണ് ഇവർക്ക് നൽകിയത്. നമുക്കിതിന്റെ ഒരു ഭാഗമാകുന്നതിൽ വലിയ സന്തോഷമുണ്ട് എസ്കേൻ. അപ്പൊ ആ ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മളും നിൽക്കുന്നത്.